നമുക്ക് പാലക്കാട് തുടങ്ങിയേക്കാം. നമ്മുടെ പാലക്കാട് ജില്ല നിലവിൽ വന്ന വർഷം ഏതാണ്? പാലക്കാട് ജില്ല നിലവിൽ വന്ന വർഷം ഏതാണ്? പാലക്കാട് ജില്ല നിലവിൽ വന്ന വർഷമാണ് 1957 ജനുവരി 1. 1957 ജനുവരി 1-നാണ് നമ്മുടെ പാലക്കാട് ജില്ല നിലവിൽ വരുന്നത്. അപ്പം പാലക്കാട് ജില്ല നിലവിൽ വന്ന വർഷമാണ് 1957 ജനുവരി 1. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ലയാണ് നമ്മുടെ പാലക്കാട് ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ലയാണ് പാലക്കാട് ജില്ല. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാന്ന് ചോദിച്ചാലും അത് പാലക്കാട് ജില്ലയാണ്. അപ്പൊ നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല, അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന വലിയ ജില്ല, നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല, അതുപോലെ തന്നെ നിലക്കടല, പരുത്തി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ലയാണ് പാലക്കാട്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ പരുത്തി, നിലക്കടല എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ലയാണ് പാലക്കാട്. അപ്പൊ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല, കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല, നിലക്കടല, പരുത്തി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ ജില്ല ഏതാണ്? അതും പാലക്കാട് ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ ജില്ലയാണ് നമ്മുടെ പാലക്കാട്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ പ്രദേശം ഏതാണ്? കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ പ്രദേശം ഏതാണ്? കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ പ്രദേശം ഏതാണ്? അത് പുനലൂരാണ്. കൊല്ലം ജില്ലയിലെ പുനലൂരാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല എന്നറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല എന്നറിയപ്പെടുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ലയാണ് നമ്മുടെ പാലക്കാട് ജില്ല. കേരളത്തിൽ കാർഷിക ആവശ്യത്തിനായി ഏറ്റവും കൂടുതൽ ഭൂമി ഉപയോഗിക്കുന്ന ജില്ല ഏതാന്ന് ചോദിച്ചാൽ അതും നമ്മുടെ പാലക്കാട് ജില്ലയാണ്. അപ്പൊ കേരളത്തിൽ കാർഷിക ആവശ്യത്തിനായി ഏറ്റവും കൂടുതൽ ഭൂമി ഉപയോഗിക്കുന്ന ജില്ല എന്ന് ചോദിച്ചാലും അതും പാലക്കാട് ജില്ലയാണ്. പിന്നെ കാളപൂട്ട് എന്ന ഉത്സവം ആഘോഷിക്കുന്ന ജില്ലയാണ് നമ്മുടെ പാലക്കാട് ജില്ല. കാളപൂട്ട് എന്ന ഉത്സവം ആഘോഷിക്കുന്ന ജില്ലയാണ് പാലക്കാട് ജില്ല. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനിതാ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ എന്നിവർ ഉള്ള ജില്ലയാണ് നമ്മുടെ പാലക്കാട് ജില്ല. ഏറ്റവും കൂടുതൽ വ്യാവസായികവൽക്കരിക്കപ്പെട്ട രണ്ടാമത്തെ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഏറ്റവും കൂടുതൽ വ്യാവസായികവൽക്കരിക്കപ്പെട്ട രണ്ടാമത്തെ നഗരം എന്നറിയപ്പെടുന്നത് പാലക്കാടാണ്. അപ്പൊ ഒന്നാമത്തെ നഗരം ഏതാണ്? നമ്മുടെ ഏറ്റവും കൂടുതൽ വ്യവസായവൽക്കരിക്കപ്പെട്ട രണ്ടാമത്തെ നഗരമാണ് നമ്മുടെ പാലക്കാട് ജില്ല. അപ്പൊ ഒന്നാമത്തെ നഗരമാണ് എറണാകുളം ജില്ല. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ലയാണ് നമ്മുടെ പാലക്കാട് ജില്ല. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ലയാണ് നമ്മുടെ പാലക്കാട് ജില്ല. അപ്പം വൈദ്യുതീകരിച്ച ആദ്യത്തെ പട്ടണം ഏതാണ്? കേരളത്തിൽ വൈദ്യുതീകരിച്ച ആദ്യത്തെ പട്ടണം ഏതാണ്? അത് നമ്മുടെ തിരുവനന്തപുരമാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ലയാണ് നമ്മുടെ പാലക്കാട് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റവന്യൂ വില്ലേജുകൾ ഉള്ള ജില്ലയാണ് പാലക്കാട് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റവന്യൂ വില്ലേജുകൾ ഉള്ള ജില്ലയാണ് പാലക്കാട് ജില്ല. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഒന്നായ ഭവാനി ഒഴുകുന്ന ജില്ല ഏതാന്ന് ചോദിച്ചാലും നമ്മുടെ പാലക്കാട് ജില്ലയാണ്. അപ്പൊ നമ്മുടെ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഒന്നായ ഭവാനി ഒഴുകുന്ന നദിയും നമ്മുടെ പാലക്കാട് ജില്ലയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൈബർ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ജില്ലയാണ് നമ്മുടെ പാലക്കാട് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൈബർ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ജില്ലയാണ് നമ്മുടെ പാലക്കാട് ജില്ല. അതുപോലെ തന്നെ കേരളത്തിലെ ലോക്സഭാ സംവരണ മണ്ഡലമായ ആലത്തൂർ സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. അപ്പൊ കേരളത്തിലെ ലോക്സഭാ സംവരണ മണ്ഡലമായ ആലത്തൂർ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലാണ്. അതുപോലെ നമുക്ക് ഒന്നുകൂടെ പറയാം. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നെല്ല്, നിലക്കടല, പരുത്തി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല, അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ ജില്ല, അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള ജില്ല, അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല, അതുപോലെ തന്നെ കേരളത്തിൽ കാർഷിക ആവശ്യത്തിനായിട്ട് ഭൂമി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ജില്ല, ഏറ്റവും കൂടുതൽ വനിതാ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ എന്നിവർ ഉള്ള ജില്ല, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വ്യവസായവൽക്കരിക്കപ്പെട്ട രണ്ടാമത്തെ നഗരമാണ് നമ്മുടെ പാലക്കാട്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ലയാണ് നമ്മുടെ പാലക്കാട്. ഏറ്റവും കൂടുതൽ റവന്യൂ വില്ലേജുകൾ ഉള്ള ജില്ലയാണ് പാലക്കാട്. അതുപോലെ തന്നെ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഒന്നായ ഭവാനി ഒഴുകുന്ന ജില്ലയും നമ്മുടെ പാലക്കാട് ജില്ലയാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൈബർ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ജില്ലയാണ്
നമ്മുടെ പാലക്കാട് ജില്ല. അതുപോലെ തന്നെ ലോക്സഭാ സംവരണ മണ്ഡലമായ ആലത്തൂർ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലാണ്. പ്രാചീന കാലത്ത് പാലക്കാട് അറിയപ്പെട്ടിരുന്ന പേരെന്താടാ? പ്രാചീന കാലത്ത് പാലക്കാട് അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? അത് പൊറൈനാടെന്നാണ് നമ്മുടെ പ്രാചീന കാലത്ത് പാലക്കാട് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ കേരള സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് പാലക്കാട് ഏത് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു? നമ്മുടെ കേരള സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് നമ്മുടെ പാലക്കാട് ഏത് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മദ്രാസ് പ്രസിഡൻസിയുടെയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ് നമ്മുടെ പാലക്കാട് കോട്ട. ഈ പാലക്കാട് കോട്ടയ്ക്ക് മറ്റൊരു പേരും കൂടെ ഉണ്ട്. ആ പേരെന്താണ്? പാലക്കാട് കോട്ടയുടെ മറ്റൊരു പേരെന്താണ്? അത് ടിപ്പു സുൽത്താൻ കോട്ടയെന്നും അറിയപ്പെട്ടിരുന്നു. അപ്പൊ ടിപ്പു സുൽത്താൻ കോട്ടയെന്നും അറിയപ്പെട്ടിരുന്ന കോട്ടയാണ് നമ്മുടെ പാലക്കാട് കോട്ട. അപ്പൊ നമ്മുടെ പാലക്കാട് കോട്ട നിർമ്മിച്ച വർഷം ഏതാണ്? പാലക്കാട് കോട്ട നിർമ്മിച്ച വർഷമാണ് 1766. അപ്പം 1766 പാലക്കാട് കോട്ട നിർമ്മിക്കുന്നത്. ഇനി പാലക്കാട് കോട്ട നിർമ്മിച്ച വ്യക്തി ആരാടാ? പാലക്കാട് കോട്ട നിർമ്മിച്ച വ്യക്തി ആരാണ്? അത് ഹൈദരലിയാണ് നമ്മുടെ പാലക്കാട് കോട്ട നിർമ്മിച്ച വ്യക്തി. ഇനി നമ്മുടെ പ്രാചീന കാലത്ത് ചിറ്റൂർ അറിയപ്പെട്ടിരുന്ന പേരേതാണ്? പ്രാചീന കാലത്ത് ചിറ്റൂർ അറിയപ്പെട്ടിരുന്നത് 4 ദേശം എന്നാണ്. അപ്പൊ നമ്മുടെ പ്രാചീന കാലത്ത് പാലക്കാട് അറിയപ്പെട്ടിരുന്ന പേരാണ് പൊറൈനാട്. അതുപോലെ തന്നെ കേരള സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് പാലക്കാട് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് കോട്ട അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ടിപ്പു സുൽത്താൻ കോട്ട. പാലക്കാട് കോട്ട നിർമ്മിച്ച വർഷമാണ് 1766. പാലക്കാട് കോട്ട നിർമ്മിച്ച വ്യക്തിയാണ് ഹൈദരലി. അതുപോലെ തന്നെ നമ്മുടെ പ്രാചീന കാലത്ത് ചിറ്റൂർ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? പ്രാചീന കാലത്ത് ചിറ്റൂർ അറിയപ്പെട്ടിരുന്നത് 4 ദേശം എന്നാണ്. അപ്പം നമ്മുടെ പാലക്കാട് ജില്ലയുടെ തനതു കലാരൂപം എന്നറിയപ്പെടുന്നത് ഏതാടാ? പാലക്കാട് ജില്ലയുടെ തനതു കലാരൂപം എന്നറിയപ്പെടുന്നത് കണ്ണിയാർകളിയാണ് നമ്മുടെ പാലക്കാട് ജില്ലയുടെ തനതു കലാരൂപം എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ശിലാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ പ്രദേശം ഏതാന്ന് ചോദിച്ചാൽ അത് ആനക്കരയാണ്. അപ്പം നമ്മുടെ കേരളത്തിലെ ശിലാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ പ്രദേശം ഏതാന്ന് ചോദിച്ചാൽ അത് ആനക്കരയാണ്. അതുപോലെ തന്നെ നമ്മുടെ നാറാണത്ത് പ്രാന്തനുമായി ബന്ധപ്പെട്ട സ്ഥലം ഏതാണ്? നമ്മുടെ നാറാണത്ത് പ്രാന്തനുമായി ബന്ധപ്പെട്ട സ്ഥലം ഏതാണെന്ന് അറിയാമോടാ? അത് രായിരനെല്ലൂർ മലയാണ്. നമ്മുടെ നാറാണത്ത് പ്രാന്തനുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് രായിരനെല്ലൂർ മല. അപ്പൊ നമ്മുടെ നാറാണത്ത് പ്രാന്തനുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ് രായിരനെല്ലൂർ മല എന്ന് പറയുന്നത്. ഇനി തരൂർ സ്വരൂപത്തിന്റെ ആസ്ഥാനം എവിടെയാന്ന് ചോദിച്ചാലും നമ്മുടെ പാലക്കാട് ആണ്. തരൂർ സ്വരൂപത്തിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്. അപ്പൊ നമ്മുടെ പാലക്കാട്ടിലെ നാട്ടുരാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? പാലക്കാട്ടിലെ നാട്ടുരാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേരാണ് ശേഖരി വർമ്മന്മാർ. അപ്പൊ ശേഖരി വർമ്മന്മാർ എന്നറിയപ്പെട്ടിരുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ നാട്ടുരാജാക്കന്മാരാണ്. പാലക്കാട് ജില്ലയിലെ നാട്ടുരാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേരാണ് ശേഖരി വർമ്മന്മാർ. കേരളം ആക്രമിക്കാൻ ഹൈദരലിയെ ക്ഷണിച്ച ഭരണാധികാരി ആരാണ്? കേരളം ആക്രമിക്കാനായിട്ട് ഹൈദരലിയെ ക്ഷണിച്ച ഭരണാധികാരിയാണ് നമ്മുടെ പാലക്കാടത്തെ കോമിയച്ചൻ. പാലക്കാട് കോമിയച്ചനാണ് നമ്മുടെ കേരളം ആക്രമിക്കാനായിട്ട് ഹൈദരലിയെ ക്ഷണിച്ച വ്യക്തി. കേരളം ആക്രമിക്കാൻ വേണ്ടി ഹൈദരലിയെ ക്ഷണിച്ച വ്യക്തിയാണ് പാലക്കാട് കോമിയച്ചൻ. ഇനി കൽപ്പാത്തി സമരം നടന്ന വർഷം ഏതാണടാ? കൽപ്പാത്തി സമരം നടന്ന വർഷമാണ് 1926. 1926 നമ്മുടെ കൽപ്പാത്തി സമരം നടക്കുന്നത്. ഈ കൽപ്പാത്തി സമരത്തിന് നേതൃത്വം നൽകിയ സംഘടന ഏതാണ്? കൽപ്പാത്തി സമരത്തിന് നേതൃത്വം നൽകിയ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അത് ആര്യ സമാജമാണ്. അപ്പൊ കൽപ്പാത്തി സമരത്തിന് നേതൃത്വം നൽകിയ സംഘടനയാണ് ആര്യ സമാജം. ഇനി കൽപ്പാത്തി സമരത്തിന് ആരൊക്കെയാന്ന് ചോദിച്ചാൽ അത് ആനന്ദ തീർത്ഥനും അതുപോലെ തന്നെ വേദബന്ധുവുമാണ്. അപ്പം ആനന്ദ തീർത്ഥനും അതുപോലെ തന്നെ നമ്മുടെ വേദബന്ധുവും കൂടെ ചേർന്നിട്ടാണ് കൽപ്പാത്തി സമരത്തിന് നേതൃത്വം നൽകിയത്. അപ്പൊ കൽപ്പാത്തി സമരം നടന്ന വർഷമാണ് 1926. കൽപ്പാത്തി സമരത്തിന് നേതൃത്വം നൽകിയ സംഘടനയാണ് നമ്മുടെ ആര്യ സമാജം. കൽപ്പാത്തി സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാല് അത് ആനന്ദ തീർത്ഥനും അതുപോലെ തന്നെ വേദബന്ധുവും.
ഇനി നമ്മുടെ കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്നത് പാലക്കാടാണ്. കരിമ്പനകളുടെ നാടാണ് പാലക്കാട്. അതുപോലെ തന്നെ കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല ഏതാന്ന് ചോദിച്ചാൽ നമ്മുടെ പാലക്കാട് ജില്ലയാണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയാണ്. അപ്പൊ കരിമ്പനകളുടെ നാട്, കേരളത്തിന്റെ നെല്ലറ, കേരളത്തിന്റെ ധാന്യപ്പുര എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് പാലക്കാടാണ്. ഇനി കേരളത്തിന്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിന്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് നമ്മുടെ മലമ്പുഴയാണ്. മലമ്പുഴ ഗാർഡനാണ് നമ്മുടെ കേരളത്തിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പാവപ്പെട്ടവന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് ഏതാണ്? പാവപ്പെട്ടവന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് ഏതാണ്? പാവപ്പെട്ടവന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതിയാണ്. പാലക്കാടൻ മലനിരകളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? പാലക്കാടൻ മലനിരകളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? പാലക്കാടൻ മലനിരകളുടെ റാണി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതിയാണ്. അപ്പൊ പാവങ്ങളുടെ ഊട്ടി, അതുപോലെ തന്നെ പാലക്കാടൻ മലനിരകളുടെ റാണി എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് നെല്ലിയാമ്പതിയാണ്. ഇനി കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണടാ? കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? അത് നമ്മുടെ പാലക്കാട് ചുരമാണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് നമ്മുടെ ഭാരതപ്പുഴയാണ്. ഇനി അർദ്ധ ബനാറസ് എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? അർദ്ധ ബനാറസ് എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? അർദ്ധ ബനാറസ് എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് നമ്മുടെ കൽപ്പാത്തി ക്ഷേത്രം. കൽപ്പാത്തി ക്ഷേത്രമാണ് അർദ്ധ ബനാറസ് എന്നറിയപ്പെടുന്നത്. അർദ്ധ ബനാറസ് എന്നറിയപ്പെടുന്നത്. കേരളത്തിന്റെ റെയിൽവേ നഗരം എന്ന് പറയുന്നത് ഏതാണ്? കേരളത്തിന്റെ റെയിൽവേ നഗരം എന്നറിയപ്പെടുന്നത് ഷൊർണൂരാണ്. ഷൊർണൂരാണ്. അപ്പം നമ്മുടെ പന്തിരുകുലത്തിന്റെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? പന്തിരുകുലത്തിന്റെ നാട് എന്നറിയപ്പെടുന്നത് തൃത്താലയാണ്. പന്തിരുകുലത്തിന്റെ നാടാണ് തൃത്താല. തൃത്താല പന്തിരുകുലത്തിന്റെ നാടാണ് തൃത്താല. അപ്പം കരിമ്പനകളുടെ നാട് കേരളത്തിന്റെ നെല്ലറ, കേരളത്തിന്റെ ധാന്യപ്പുര എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏതാടാ? അത് പാലക്കാടാണ്. അപ്പൊ നമ്മുടെ കേരളത്തിന്റെ വൃന്ദാവനം ഏതാടാ? കേരളത്തിന്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിന്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് അത് മലമ്പുഴ ഗാർഡൻ ആണ്. അതുപോലെ തന്നെ പാവങ്ങളുടെ ഊട്ടി, പാലക്കാടൻ മലനിരകളുടെ റാണി എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഏതാടാ? അത് നമ്മുടെ നെല്ലിയാമ്പതിയാണ്. കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് നമ്മുടെ പാലക്കാട് ചുരമാണ്. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ഭാരതപ്പുഴയാണ്. ഈ അർദ്ധ ബനാറസ് എന്നറിയപ്പെടുന്നത് ഏതാണടാ? അർദ്ധ ബനാറസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് കൽപ്പാത്തി ക്ഷേത്രമാണ്. കൽപ്പാത്തി ക്ഷേത്രമാണ് അർദ്ധ ബനാറസ് എന്നറിയപ്പെടുന്നത്. ഇനി പന്തിരുകുലത്തിന്റെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? പന്തിരുകുലത്തിന്റെ നാട് എന്നറിയപ്പെടുന്നത് അത് തൃത്താലയാണ്. തൃത്താലയാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണെടാ? കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? അത് നമ്മുടെ മലമ്പുഴ ഡാം ആണ്. ഈ മലമ്പുഴ ഡാം നിർമ്മിച്ചിരിക്കുന്ന നദി ഏതാണ്? മലമ്പുഴ ഡാം നിർമ്മിച്ചിരിക്കുന്ന നദി ഏതാണ്? അത് മലമ്പുഴ നദിയാണ്. ഇത് ഭാരതപ്പുഴയുടെ പോഷക നദിയാണ്. ഈ മലമ്പുഴ നദി എന്ന് പറയുന്നത് ഭാരതപ്പുഴയുടെ പോഷക നദിയാണ്. പ്രശസ്ത ശില്പിയായ കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച യക്ഷി എന്ന ശില്പം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മലമ്പുഴയിലാണ്. അപ്പം പ്രശസ്ത ശില്പിയായ കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച യക്ഷി എന്ന ശില്പം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മലമ്പുഴയിലാണ്. മലമ്പുഴ ഡാമിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചതാരാണ്? മലമ്പുഴ ഡാമിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത് കെ ഭക്തവത്സലമാണ്. കെ ഭക്തവത്സലമാണ് 1949 നമ്മുടെ മലമ്പുഴ ഡാമിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. എന്നാൽ മലമ്പുഴ ഡാം ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരാന്ന് ചോദിച്ചാലാണ് നമ്മൾ കെ കാമരാജിന്റെ പേര് എഴുതേണ്ടത്. മലമ്പുഴ ഡാം ഉദ്ഘാടനം ചെയ്ത വ്യക്തിയാണ് നമ്മുടെ കെ കാമരാജ് 1955. അപ്പൊ മലമ്പുഴ ഡാമിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത് കെ ഭക്തവത്സലമാണ് 1949. അതുപോലെ തന്നെ നമ്മുടെ മലമ്പുഴ ഡാം ഉദ്ഘാടനം ചെയ്ത കെ കാമരാജ് ആണ് 1955. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ നിലവിൽ വന്നത് എവിടെയാണ്? അത് നമ്മുടെ മലമ്പുഴയിലാണ്. മലമ്പുഴ റോക്ക് ഗാർഡന്റെ ശില്പിയാണ് നേക് ചന്ദ്. മലമ്പുഴ റോക്ക് ഗാർഡന്റെ ശില്പിയാണ് നേക് ചന്ദ്. ഇനി ഫാന്റസി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഫാന്റസി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മലമ്പുഴയിലാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് വിമുക്ത ഉദ്യാനം ഏതാന്ന് ചോദിച്ചാലും മലമ്പുഴയാണ്. അപ്പൊ ഫാന്റസി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മലമ്പുഴയിലാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് വിമുക്ത ഉദ്യാനവും മലമ്പുഴയാണ്. നമ്മുടെ കേരളത്തിനെയും തമിഴ്നാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണടാ? നമ്മുടെ കേരളത്തിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്?
അത് നമ്മുടെ പാലക്കാട് ചുരമാണ്. പാലക്കാട് ചുരമാണ്. ഈ പാലക്കാട് ചുരം എവിടെയൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത്? പാലക്കാടിനെ കോയമ്പത്തൂരുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. അപ്പൊ പാലക്കാടിനെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാന്ന് ചോദിച്ചാലും നമ്മുടെ പാലക്കാട് ചുരമാണ്. അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? അത് NH 544 NH 544 പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. ഇനി വടക്കു കിഴക്കൻ മൺസൂൺ കേരളത്തിലേക്ക് പ്രവേശിക്കുന്നത് എവിടെ വെച്ചിട്ടാന്ന് ചോദിച്ചാൽ അത് പാലക്കാട് ചുരത്തിലൂടെയാണ്. വടക്കു കിഴക്കൻ മൺസൂൺ കേരളത്തിലേക്ക് പ്രവേശിക്കുന്നത് പാലക്കാട് ചുരത്തിലൂടെയാണ്. കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ് ആയിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ് ആയിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ് അല്ലെങ്കിൽ കടുവാ സങ്കേതം അത് പറമ്പിക്കുളമാണ്. അപ്പം ഇന്ത്യയിലെ 38ാമത്തെ കടുവാ സങ്കേതമാണ് പറമ്പിക്കുളം. അപ്പം കേരളത്തിലെ തന്നെ കേരളത്തിൽ രണ്ടാമത്തെയും ഇന്ത്യയിലെ 38ാമത്തെയും കടുവാ സങ്കേതമാണ് പറമ്പിക്കുളം. അപ്പം തമിഴ്നാട്ടിലെ പൊള്ളാച്ചി വഴി മാത്രം പ്രവേശനമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണടാ? നമ്മുടെ തമിഴ്നാട്ടിലെ പൊള്ളാച്ചി വഴി മാത്രം പ്രവേശനമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാടാ? അത് നമ്മുടെ പറമ്പിക്കുളമാണ്. ഈ പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ഏതാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ഏതാണ്? അത് 1973ലാണ്. അതുപോലെ തന്നെ നമ്മുടെ പറമ്പിക്കുളത്തെ ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? പറമ്പിക്കുളത്തെ ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? അത് 2010ലാണ്. ഇനി പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് തൂണക്കടവ് എന്ന സ്ഥലത്താണ്. ഏഷ്യയിലെ ഏറ്റവും പഴക്കമേറിയതും ഏറ്റവും വലിയതുമായ തേക്കുമരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണടാ? ഏഷ്യയിലെ ഏറ്റവും പഴക്കമേറിയതും അതുപോലെ തന്നെ ഏറ്റവും വലിയ തേക്കുമരം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ്. ഇവിടെ സ്ഥിതി ചെയ്യുന്ന ആ വലിയ തേക്കിന്റെ പേരാണ് കഞ്ഞിമാര. അപ്പം ഏഷ്യയിലെ ഏറ്റവും പഴക്കമേറിയതും ഏറ്റവും വലിയ തേക്കുമരമായ കഞ്ഞിമാര സ്ഥിതി ചെയ്യുന്നത് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ IIT സ്ഥാപിതമായത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ IIT സ്ഥാപിതമായത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ IIT സ്ഥാപിതമായത് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടാണ്. കേരളത്തിലെ ആദ്യത്തെ IIT സ്ഥാപിതമായത്. കേരളത്തിലെ ആദ്യത്തെ IIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥാപിതമായത് കഞ്ചിക്കോടാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ IIM സ്ഥാപിതമായത് എവിടെയാണടാ? കേരളത്തിലെ ആദ്യത്തെ IIM സ്ഥാപിതമായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എവിടെയാണ്? അത് കോഴിക്കോടാണ്. ഇപ്പൊ കേരളത്തിലെ ആദ്യത്തെ IIT ആണെങ്കിൽ അത് കഞ്ചിക്കോട്, പാലക്കാട്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ IIM എന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടാണ്. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഉള്ള ജില്ല ഏതാണടാ? അപ്പൊ നമ്മുടെ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നമ്മുടെ കേരളത്തിലെ ജില്ലയാണ് നമ്മുടെ പാലക്കാട് ജില്ല. ഇനി കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം അല്ലെങ്കിൽ നാഷണൽ പാർക്ക് ആയിട്ടൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് അത് സൈലന്റ് വാലിയാണ്. എന്നാണ് നമ്മുടെ സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്? സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം അത് 1984ലാണ്. ഏത് പ്രധാനമന്ത്രിയാടാ ഇതിനെങ്ങനെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് സൈലന്റ് വാലിയെ? അത് നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ്. അപ്പം 1984 ഇന്ദിരാഗാന്ധിയാണ് നമ്മുടെ സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്. എന്നാൽ സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്തത് ഇന്ദിരാഗാന്ധി ആണോ? അല്ല. 1985 സെപ്റ്റംബർ 7 നമ്മുടെ രാജീവ് ഗാന്ധിയാണ് നമ്മുടെ സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ റോബർട്ട് റൈറ്റ് എന്താണ് സൈലന്റ് വാലിയെ കുറിച്ചിട്ട് ആദ്യമായിട്ട് പഠനം നടത്തിയ വിദേശിയാണ് റോബർട്ട് വൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സൈലന്റ് വാലിയെ കുറിച്ച് ആദ്യമായി പഠനം നടത്തിയ വിദേശിയാണ് റോബർട്ട് വൈറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഈ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണടാ? നമ്മുടെ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? അത് മണ്ണാർക്കാട് താലൂക്കാണ്. പുരാണങ്ങളിൽ സൈലന്റ് വാലി അറിയപ്പെട്ടിരുന്ന പേരെന്താടാ? അത് സൈരന്ധ്രി വനം എന്നാണ്. ഇനി ഈ സൈലന്റ് വാലിയിൽ സംരക്ഷിക്കപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ഏതാണ്? അത് ഏത് മൃഗമാണ്? സൈലന്റ് വാലിയിൽ സംരക്ഷിക്കപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗം ഏതാടാ?
അത് സിംഹവാലൻ കുരങ്ങാണ്. ഈ സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ മാത്രം കാണപ്പെടാൻ കാരണം എന്താണ്? സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ മാത്രം കാണപ്പെടാൻ കാരണം എന്താണ്? അത് വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ്. വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ കാണാൻ കാരണം. അതുപോലെ തന്നെ നമ്മുടെ സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമം എന്താണടാ? സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? അത് മക്കാക്ക സിലനസ് എന്നാണ്. കേരളത്തിലെ ഏക കന്യാവനമാണ് നമ്മുടെ സൈലന്റ് വാലി. കേരളത്തിലെ ഏക കന്യാവനമാണ് നമ്മുടെ സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും വലിയ നിത്യഹരിത മഴക്കാട് എന്ന് ചോദിച്ചാലും നമ്മുടെ സൈലന്റ് വാലിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നിത്യഹരിത മഴക്കാട് സൈലന്റ് വാലിയാണ്. ഇനി സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? അത് നമ്മുടെ കുന്തിപ്പുഴയാണ്. എന്നാൽ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? അത് നമ്മുടെ തൂതപ്പുഴയാണ്. അപ്പൊ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ എന്ന് ചോദിച്ചാൽ കുന്തിപ്പുഴയും സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴ ഏതാന്ന് ചോദിച്ചാൽ തൂതപ്പുഴ. അപ്പൊ OV വിജയന്റെ ഗുരുസാഗരം എന്ന നോവലിൽ പരാമർശിക്കുന്ന നദിയാണ് തൂതപ്പുഴ. അപ്പം OV വിജയന്റെ ഗുരുസാഗരം എന്ന നോവലിൽ പരാമർശിക്കുന്ന നദിയാണ് തൂതപ്പുഴ. വിവാദമായ പാത്രക്കടവ് പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് നമ്മുടെ സ്ഥിതി ചെയ്യുന്നതെല്ലാം അവിടെ വരാനിരുന്നതായിരുന്നു. ആ പദ്ധതി ക്യാൻസൽ ആക്കി കളഞ്ഞു കേട്ടോ. വിവാദമായ പാത്രക്കടവ് പദ്ധതി ഏത് നദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ചോദിച്ചാൽ അത് കുന്തിപ്പുഴയാണ്. കുന്തിപ്പുഴയിലാണ് പാത്രക്കടവ് പദ്ധതി നടത്താനിരുന്നത്. ഇത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കാരണം മാറ്റിവെച്ചു. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന പ്രദേശം ഏതാണ്? നമ്മുടെ കേരളത്തില് ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന പ്രദേശമാണ് പാറമ്പിക്കുളം വന്യജീവി സങ്കേതം. പാറമ്പിക്കുളം വന്യജീവി സങ്കേതം. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് ഷൊർണൂരാണ്. കേരളത്തിൽ ശുചിത്വ പദ്ധതി ഉദ്ഘാടനം ചെയ്ത റെയിൽവേ സ്റ്റേഷൻ ഏതാന്ന് ചോദിച്ചാലും അതും ഷൊർണൂരാണ്. അപ്പൊ കേരളത്തിൽ ശുചിത്വ പദ്ധതി ഉദ്ഘാടനം ചെയ്ത റെയിൽവേ സ്റ്റേഷൻ ഏതാന്ന് ചോദിച്ചാലും ഷൊർണൂരാണ്. ഇനി ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ മിനി ജലവൈദ്യുത പദ്ധതി ഏതാണ്? ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ മിനി ജലവൈദ്യുത പദ്ധതിയാണ് മീൻവെല്ലം പദ്ധതി. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ മിനി ജലവൈദ്യുത പദ്ധതിയാണ് മീൻവെല്ലം ജലവൈദ്യുത പദ്ധതി. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതി ഏതാന്ന് ചോദിച്ചാലും അതും മീൻവെല്ലമാണ്. അപ്പം ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ മിനി ജലവൈദ്യുത പദ്ധതിയാണ് മീൻവെല്ലം. ഇന്ത്യയിലെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതി ഏതാന്ന് ചോദിച്ചാലും അതും മീൻവെല്ലമാണ്. ഈ മീൻവെല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണടാ? മീൻവെല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? മീൻവെല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? അത് നമ്മുടെ തൂതപ്പുഴയാണടാ. തൂതപ്പുഴയിലാണ് മീൻവെല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചെമ്പൈ വൈദ്യനാഥ ഭാഗവരുടെ ജന്മസ്ഥലം എവിടെയാണ്? ചെമ്പൈ വൈദ്യനാഥ ഭാഗവരുടെ ജന്മസ്ഥലം കോട്ടായിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവരുടെ ജന്മസ്ഥലമായ കോട്ടായി നമ്മുടെ പാലക്കാട് ജില്ലയിലാണ്. അതുപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലം എവിടെയാണ്? കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലം എവിടെയാണ്? കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലം എവിടെയാണ്? നമ്മുടെ അത് കിള്ളിക്കുറിശിമംഗലമാണ്. ഇനി കുഞ്ചൻ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? കുഞ്ചൻ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് 5 അപ്പൊ ഞാൻ ചോദിക്കട്ടെ, തുഞ്ചൻ ദിനം എന്നാണ്? തുഞ്ചൻ ദിനം ഡിസംബർ 30. തുഞ്ചത്തല്ലേ ഡിസംബർ 31? അപ്പം തുഞ്ചൻ ദിനം ഡിസംബർ 31, കുഞ്ചൻ ദിനം മെയ് 5. അതുപോലെ തന്നെ കൊക്കോകോള കമ്പനിക്കെതിരായി കുടിവെള്ള സമരം നടന്ന സ്ഥലം ഏതാണ്? പ്ലാച്ചിമട. ഈ പ്ലാച്ചിമട സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണടാ? പ്ലാച്ചിമട സമര നായിക എന്നറിയപ്പെടുന്നത് പ്ലാച്ചിമട സമര നായികയാണ് നമ്മുടെ മൈലമ്മ. പ്ലാച്ചിമട സമര നായികയാണ് മൈലമ്മ. വേൾഡ് വാട്ടർ കോൺഫറൻസ് നമ്മുടെ പ്ലാച്ചിമടയിൽ നടന്ന വർഷമാണ് 2004. അപ്പം വേൾഡ് വാട്ടർ കോൺഫറൻസ് നമ്മുടെ പ്ലാച്ചിമടയിൽ നടന്ന വർഷമാണ് 2004. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശം ഏതാണടാ? നമ്മുടെ കേരളത്തില് കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശം ഏതാണ്? അത് ചിറ്റൂരാണ്. കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക പ്രദേശം എന്ന് ചോദിച്ചാലും നമ്മുടെ ചിറ്റൂരാണ്. കേരളത്തിൽ ഓറഞ്ച് തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്?
അത് നെല്ലിയാമ്പതിയാണ്. അതുപോലെ തന്നെ നമ്മുടെ കേശവൻ പാറ സ്ഥിതി ചെയ്യുന്നത് എവിടെയാന്ന് ചോദിച്ചാല് അത് നെല്ലിയാമ്പതിയിലാണ്. കേശവൻ പാറ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ നെല്ലിയാമ്പതിയിലാണ്. ഇനി മാമ്പാറ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാന്ന് ചോദിച്ചാലും അതും നെല്ലിയാമ്പതിയിലാണ്. അപ്പൊ മാമ്പാറ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ നെല്ലിയാമ്പതിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ മയിൽ സംരക്ഷണ കേന്ദ്രം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ മയിൽ സംരക്ഷണ കേന്ദ്രം ഏതാണ്? അത് ചൂലന്നൂരാണ്. അപ്പൊ കേരളത്തിലെ അല്ലെങ്കിൽ ആദ്യത്തെ മയിൽ സംരക്ഷണ കേന്ദ്രം എന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ ചൂലന്നൂരാണ്. ഈ ചൂലന്നൂർ വന്യജീവി പക്ഷി സങ്കേതത്തിന്റെ മറ്റൊരു പേരെന്താണ്? ചൂലന്നൂർ പക്ഷി സങ്കേതത്തിന്റെ മറ്റൊരു പേരെന്താണ്? അത് KK നീലകണ്ഠൻ മയിൽ സംരക്ഷണ കേന്ദ്രം എന്നാണ്. KK നീലകണ്ഠൻ മയിൽ സംരക്ഷണ കേന്ദ്രം എന്നാണ്. ഇതെന്നാണ് നിലവിൽ വന്നത്? ഈ ചൂലന്നൂർ പക്ഷി നിരീക്ഷണ കേന്ദ്രം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 2007ലാണ്. 2007ലാണ്. ശിരുവാണി ഡാം നിർമ്മിച്ചിരിക്കുന്ന നദി ഏതാണ്? ശിരുവാണി ഡാം നിർമ്മിച്ചിരിക്കുന്ന നദിയാണ് ശിരുവാണി നദി. അപ്പൊ ശിരുവാണി ഡാം നിർമ്മിച്ചിരിക്കുന്ന നദിയാണ് ശിരുവാണി നദി. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് വെള്ളം എത്തിക്കുന്ന നദിയാണ് നമ്മുടെ ശിരുവാണി ഡാം എന്ന് പറയുന്നത്. അപ്പം തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് വെള്ളം എത്തിക്കുന്ന നദിയാണ് നമ്മുടെ ശിരുവാണി ഡാം എന്ന് പറയുന്നത്. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി. കൊടുങ്ങരപ്പള്ളവും അവിടെ കൂടെ ഒഴുകുന്നത്, അട്ടപ്പാടി കൂടെ ഒഴുകുന്നത്. നമ്മൾ പ്രധാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ അത് ശിരുവാണിയാണ്. അതുപോലെ നമ്മുടെ കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന ക്ഷേത്രം ഏതാണ്? കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന ക്ഷേത്രമാണ് വിശ്വനാഥ സ്വാമി ക്ഷേത്രം. അതുപോലെ തന്നെ മലബാർ പ്രദേശത്തുള്ള ഏറ്റവും പുരാതനമായ ശിവക്ഷേത്രം ഏതാന്ന് ചോദിച്ചാൽ കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രമാണ്. ഇനി നമ്മുടെ കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രം നിർമ്മിച്ച വർഷമാണ് 1425. കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രം നിർമ്മിച്ച വർഷമാണ് 1425. ഇത് നിർമ്മിച്ച വ്യക്തിയാണ് കോമ്പി അച്ഛൻ എന്ന് പറയുന്നത്. HH കോമ്പി അച്ഛൻ എന്ന് പറയുന്നത് ആ വ്യക്തിയാണ് നമ്മുടെ കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രം നിർമ്മിച്ചത്. അപ്പൊ കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രം നിർമ്മിച്ച വ്യക്തിയാണ് HH കോമ്പി അച്ഛൻ. അപ്പൊ കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമമായിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമമായിട്ട് അറിയപ്പെടുന്നത് കുടയത്തൂരാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമമാണ് കുടയത്തൂർ. ഇനി കേരളത്തിൽ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കേരളത്തിൽ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ഗ്രാമപഞ്ചായത്തായിട്ട് അറിയപ്പെടുന്നത് പടവയലാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമമാണ് കുടയത്തൂർ. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ നമ്മളത് പടവയലാണ് പറയേണ്ടത്, പടവയൽ. അതുപോലെ തന്നെ കേരളത്തിലെ ഏക ഗിരിവർഗ വികസന ബ്ലോക്ക് ഏതാണ്? കേരളത്തിലെ ഏക ഗിരിവർഗ വികസന ബ്ലോക്ക് ആണ് നമ്മുടെ അട്ടപ്പാടി. അപ്പൊ കേരളത്തിലെ ഏക ഗിരിവർഗ വികസന ബ്ലോക്ക് ആണ് അട്ടപ്പാടി. സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് പെരുമാട്ടി. അപ്പൊ സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് പെരുമാട്ടി. അതുപോലെ തന്നെ നമ്മുടെ മദ്ദളം, തകിൽ, ഇടയ്ക്ക, തബ് എന്നീ വാദ്യോപകരണങ്ങളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? ചെണ്ട, മദ്ദളം, തകിൽ, ഇടയ്ക്ക, തബല തുടങ്ങിയ വാദ്യോപകരണങ്ങളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് പെരുവേമ്പ. അപ്പൊ നമ്മുടെ ചെണ്ട, മദ്ദളം, തകിൽ, ഇടയ്ക്ക, തബല തുടങ്ങിയ വാദ്യോപകരണങ്ങളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് പെരുവേമ്പ. ഇപ്പം നമ്മുടെ അട്ടപ്പാടി വനവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് പുനർജനിച്ച നദി ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാടാ? അട്ടപ്പാടി വനവൽക്കരണത്തിന്റെ ഭാഗമായി പുനർജനിച്ച നദി ഏതാടാ? അത് നമ്മുടെ കൊടുങ്ങൂരപ്പള്ളം നദിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ സിമന്റ് മിശ്രിതം ഉപയോഗിക്കാത്ത നിർമ്മിച്ച രണ്ടാമത്തെ ഡാം ഏതാന്ന് ചോദിച്ചാൽ അത് പോത്തുണ്ടി ഡാമാണ്. ഇന്ത്യയിൽ സിമന്റ് മിശ്രിതം ഉപയോഗിക്കാതെ നിർമ്മിച്ച രണ്ടാമത്തെ ഡാമാണ് നമ്മുടെ പോത്തുണ്ടി ഡാം. അതുപോലെ തന്നെ കുമാരനാശാൻ വീണപ്പൂവ് രചിച്ചത് എവിടെ വെച്ചിട്ടാണ്? അത് ജൈനിമേഡിൽ വെച്ചിട്ടാണ് നമ്മുടെ കുമാരനാശാൻ വീണപ്പൂവ് രചിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിർദ്ദിഷ്ട റെയിൽ കോച്ച് ഫാക്ടറി
കഞ്ചിക്കോടാണ്. കേരളത്തിൽ നിർദ്ദിഷ്ട റെയിൽ കോച്ച് ഫാക്ടറി നിലവിൽ വരുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ അത് കോടാണ്. കേരളത്തിൽ ചുണ്ണാമ്പ് കല്ല് കാണപ്പെടുന്ന പ്രദേശം ഏതാണ്? നമ്മുടെ കേരളത്തിൽ ചുണ്ണാമ്പ് കല്ല് കാണപ്പെടുന്ന പ്രദേശം ഏതാണ്? അത് വാളയാറാണ്. വിഷ്ണുവിന്റെ സുദർശന ചക്രത്തെ ആരാധിക്കുന്ന ക്ഷേത്രം ഏതാണ്? വിഷ്ണുവിന്റെ സുദർശന ചക്രത്തെ ആരാധിക്കുന്ന ക്ഷേത്രം ഏതാന്ന് ചോദിച്ചാൽ അത് അഞ്ചുമൂർത്തി ക്ഷേത്രമാണ്. അത് നമ്മുടെ പാലക്കാട് ജില്ലയിലാണ്. അഞ്ചുമൂർത്തി ക്ഷേത്രമാണ് നമ്മുടെ പാലക്കാട് ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത കളക്ടറേറ്റ് ഏതാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പാലക്കാട് കളക്ടറേറ്റ് ആണ്. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത കളക്ടറേറ്റ് ആണ് പാലക്കാട് കളക്ടറേറ്റ്. അപ്പൊ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത കളക്ടറേറ്റ് ഏതാന്ന് ചോദിച്ചാൽ അത് പാലക്കാട് കളക്ടറേറ്റ് ആണ്. പാലക്കാട് കളക്ടറേറ്റ് ആണ്. അതുപോലെ തന്നെ ആദ്യത്തെ അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണെടാ? നമ്മുടെ ആദ്യത്തെ അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനം നടന്നത് ഒറ്റപ്പാലത്ത് വെച്ചിട്ടാണ്. ഒറ്റപ്പാലത്ത് വെച്ചിട്ടാണ്. ഇത് 1921 1921 അപ്പൊ നമ്മുടെ ആദ്യത്തെ അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? ഒറ്റപ്പാലം. അത് 1921 1921 കേരളത്തിലെ ആദ്യത്തെ അമൃത നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ അമൃത നഗരം എന്നറിയപ്പെടുന്നത് പാലക്കാടാണ്. കേരളത്തിലെ ആദ്യത്തെ അമൃത നഗരം എന്നറിയപ്പെടുന്നത് നമ്മുടെ പാലക്കാടാണ്. കേരളത്തിൽ സമ്പൂർണ്ണമായി വൈദ്യുതീകരിച്ച ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ്? കേരളത്തിൽ സമ്പൂർണ്ണമായി വൈദ്യുതീകരിച്ച ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ്? കേരളത്തിൽ സമ്പൂർണ്ണമായി വൈദ്യുതീകരിച്ച ആദ്യത്തെ പഞ്ചായത്താണ് നമ്മുടെ കണ്ണാടി ഗ്രാമപഞ്ചായത്താണ് കേരളം സമ്പൂർണ്ണമായിട്ട് വൈദ്യുതീകരിച്ച ആദ്യത്തെ പഞ്ചായത്ത്. അതുപോലെ തന്നെ സമ്പൂർണ്ണ ബാങ്കിംഗ് സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് നമ്മുടെ പാലക്കാട് ജില്ല. സമ്പൂർണ്ണ ബാങ്കിംഗ് സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജില്ലയാണ് നമ്മുടെ പാലക്കാട് ജില്ല. പട്ടികജാതി വകുപ്പിന് കീഴിലെ രാജ്യത്തെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പട്ടികജാതി വകുപ്പിന് കീഴിലെ രാജ്യത്തെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ലേബർ ബാങ്ക് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ലേബർ ബാങ്ക് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ലേബർ ബാങ്ക് ആണ് അകത്തേത്തറ. കേരളത്തിലെ ആദ്യത്തെ ലേബർ ബാങ്ക് ആണ് അകത്തേത്തറ. അതുപോലെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ കാറ്റാടിപ്പാടം നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ കാറ്റാടിപ്പാടം നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ കാറ്റാടിപ്പാടം നിലവിൽ വന്നത് കഞ്ചിക്കോടാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ഉരുക്കു തടയണ സ്ഥാപിതമായത് ഏത് നദിക്ക് കുറുകയാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഭാരതപ്പുഴയ്ക്ക് കുറുകയാണ്. കേരളത്തിലെ ആദ്യത്തെ ഉരുക്കു തടയണ സ്ഥാപിതമായത് ഭാരതപ്പുഴയ്ക്ക് കുറുകയാണ്. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ പാസഞ്ചർ റോപ്പ് വേ സ്ഥാപിതമായത് എവിടെയാണ്? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ പാസഞ്ചർ റോപ്പ് വേ സ്ഥാപിതമായത് മലമ്പുഴയിലാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്കായിട്ട് അറിയപ്പെടുന്നത് ഫാന്റസി പാർക്ക് മലമ്പുഴയാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്കാണ് നമ്മുടെ ഫാന്റസി പാർക്ക് മലമ്പുഴ. സമ്പൂർണ്ണമായിട്ടും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ അമ്യൂസ്മെന്റ് പാർക്ക് ഏതാണ്? സമ്പൂർണ്ണമായിട്ടും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ അമ്യൂസ്മെന്റ് പാർക്ക് ഏതാണ് കേരളത്തിലെ? അത് വിസ്മയ കണ്ണൂരാണ്. അപ്പൊ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്ക് എന്ന് ചോദിച്ചാൽ അത് ഫാന്റസി പാർക്ക് മലമ്പുഴ. അതുപോലെ തന്നെ സമ്പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്കാണ് വിസ്മയ കണ്ണൂര്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് LED പദ്ധതി നടപ്പിലാക്കിയ ഗ്രാമം ഏതാന്ന് ചോദിച്ചാല് അത് നമ്മുടെ പെരിങ്ങോട്ട് കുറിശിയാണ്. അപ്പം ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് LED പദ്ധതി നടപ്പിലാക്കിയ ഗ്രാമമാണ് പെരിങ്ങോട്ട് കുറിശി. അപ്പൊ പെരിങ്ങോട്ട് കുറിശിയാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് LED പദ്ധതി നടപ്പിലാക്കിയ ഗ്രാമം എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്ത് ഏതാന്ന് ചോദിച്ചാൽ അത് മങ്കരയാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്ത് എന്നറിയപ്പെടുന്നത് മങ്കരയാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മേൽക്കൂര സൗരോർജ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? സൗരോർജ പ്ലാന്റ് നിലവിൽ വന്നത് ചാളയൂരാണ്. ചാളയൂർ പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ മേൽക്കൂര സൗരോർജ പ്ലാന്റ് നിലവിൽ വന്നത് ചാളയൂർ പാലക്കാട് ജില്ലയിലാണ്. ഈ അട്ടപ്പാടി താഴ്വരയിലെ ഏറ്റവും അംഗസംഖ്യ കൂടിയ ഗോത്ര വിഭാഗം ഏതാടാ? അട്ടപ്പാടി താഴ്വരയിലെ ഏറ്റവും അംഗസംഖ്യ കൂടിയ ഗോത്ര വിഭാഗം ഏതാന്ന് ചോദിച്ചാൽ അത് ഇരുളരാണ്. അതുപോലെ തന്നെ JP സ്മൃതി വനം ആൻഡ് ഡിയർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ അത് വാളയാറിലാണ്.
ഇനി മീനാക്ഷി കല്യാണം എന്ന നൃത്തനാടകം പ്രചാരത്തിലുള്ള ജില്ല ഏതാണ്? മീനാക്ഷി കല്യാണം എന്ന നൃത്തനാടകം പ്രചാരത്തിലുള്ള ജില്ലയാണ് പാലക്കാട് ജില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസിന്റെ കേരളത്തിലെ ആസ്ഥാനം എവിടെയാന്ന് ചോദിച്ചാൽ അത് കഞ്ചിക്കോടാണ്. ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസിന്റെ കേരളത്തിലെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കഞ്ചിക്കോടാണ്. മലബാർ സിമന്റ്സിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മലബാർ സിമന്റ്സിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് വാളയാറാണ്. അപ്പം നമ്മുടെ മലബാർ സിമന്റ്സിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് വാളയാറാണ്. നെല്ല് ഗവേഷണ കേന്ദ്രം ഏതാണ്? പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നെല്ല് ഗവേഷണ കേന്ദ്രം ഏതാണ്? അത് നമ്മുടെ പട്ടാമ്പിയാണ്. അപ്പം നമ്മുടെ കരിമ്പ് ഗവേഷണ കേന്ദ്രം ഏതാണ്? നമ്മുടെ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കരിമ്പ് ഗവേഷണ കേന്ദ്രം മേനോൻപാറയാണ്. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ആട് ഫാം സ്ഥിതി ചെയ്യുന്നത് അട്ടപ്പാടിയിലാണ്. അപ്പൊ നമ്മുടെ ഗവൺമെന്റിന്റെ ആട് ഫാം സ്ഥിതി ചെയ്യുന്നത് അട്ടപ്പാടിയിലാണ്. ഇനി നമ്മുടെ ഫ്ലൂയിഡ് കൺട്രോൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതും നമ്മുടെ കഞ്ചിക്കോടാണ്. ഫ്ലൂയിഡ് കൺട്രോൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ അട്ടപ്പാടിയല്ല, കഞ്ചിക്കോടാണ്. 1916 പാലക്കാട്ട് നടന്ന ഒന്നാം മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണടാ? 1916 പാലക്കാട്ട് നടന്ന ഒന്നാം മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? അത് ആനി ബെസന്റ് ആണ്. കേരളത്തിന്റെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് നമ്മുടെ മുതലമടയാണ്. ധോണി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ധോണി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഇനി സീതാർകുണ്ട് വിനോദസഞ്ചാര കേന്ദ്രം എവിടെയാണ്? സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് നമ്മുടെ പാലക്കാട് ജില്ലയിലാണ്. അതുപോലെ തന്നെ പാലക്കാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പാലക്കാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് OV വിജയനാണ് നമ്മുടെ പാലക്കാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? നിളയുടെ കഥാകാരൻ MD വാസുദേവൻ നായരാണ്. കോഴിക്കോടിന്റെ കഥാകാരനാണെങ്കിലോ അതാരാണ്? അത് നമ്മുടെ SK പൊറ്റക്കാടാണ്. ഇനി അവിടെ നിന്നുള്ള പ്രശസ്തരായിട്ടുള്ള വ്യക്തികള് OV വിജയൻ ജനിച്ചത് നമ്മുടെ പാലക്കാട് ജില്ലയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ MD വാസുദേവൻ നായർ ജനിച്ചത് പാലക്കാട് ജില്ലയിലാണ്. അതുപോലെ തന്നെ KK നീലകണ്ഠൻ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? KK നീലകണ്ഠൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇന്ദുചൂടൻ. ഇദ്ദേഹവും പാലക്കാട് സ്വദേശിയാണ്. അതുപോലെ തന്നെ മൃദംഗ വിദ്വാനായ മണിയയ്യരുടെയും ജന്മസ്ഥലം പാലക്കാട് ജില്ലയിലാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ മെട്രോമാൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? അത് നമ്മുടെ E ശ്രീധരനെയാണ്. ഇദ്ദേഹവും പാലക്കാട് സ്വദേശിയാണ്. അതുപോലെ തന്നെ ആനന്ദ മഹാസഭ എന്ന സംഘടന സ്ഥാപിച്ച വ്യക്തി ആരാണടാ? ആനന്ദ മഹാസഭ എന്ന സംഘടന സ്ഥാപിച്ച ആ വ്യക്തി ആരാണ്? അത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഇദ്ദേഹവും പാലക്കാട് സ്വദേശിയാണ്. അതുപോലെ തന്നെ നമ്മുടെ മുൻ UN അണ്ടർ സെക്രട്ടറി ജനറൽ ആയ ശശി തരൂരും നമ്മുടെ പാലക്കാട് സ്വദേശിയാണ്. ഈ INC-യിൽ പ്രസിഡന്റ് ആയ ഒരേ ഒരു മലയാളി ആരാണടാ? INC-യിൽ പ്രസിഡന്റ് ആയ അത് C ശങ്കരൻ നായരാണ്. ഇദ്ദേഹവും പാലക്കാട് സ്വദേശിയാണ്. അതുപോലെ തന്നെ കർണാടക സംഗീതജ്ഞനായ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതം ജനിച്ച സ്ഥലവും നമ്മുടെ പാലക്കാടാണ്. അപ്പൊ നമുക്ക് നിർത്തിയാലോ?